അദ്ദേഹം എത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിജയമാണ്. അദ്ദേഹത്തെ പാർലമെൻറ്റിൽ സഭയ്ക്കകത്ത് കൊണ്ടുവരിക, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് അമിത്ഷായെ പോലൊരു വിദ്വാൻ നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഉള്ള ആളല്ല. പാർലമെൻ്ററി ഡെമോക്രസിയിലാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അത്രയധികം ഗൗരവവും ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയിലിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ നമുക്ക് കരുതാം. അദ്ദേഹം അതിനനുസരിച്ച് ജനങ്ങളോട് പ്രതിബദ്ധനായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ ഒരു ചരിത്രമോ സംസ്കാരമോ ഉള്ള ഒരാളാണ് എന്ന് ഇതുവരെ അദ്ദേഹം നമ്മളെ തെളിയിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കാരണം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും മുകളിലാണ് എന്തു ചെയ്യുന്നതും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയുടെ കാര്യത്തിലാവട്ടെ, ഒരു നിയമത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഒക്കെ തന്നെ സാധാരണ നിലയിൽ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് അനുസരിച്ച് വരേണ്ട എല്ലാ കാര്യങ്ങളും മറികടന്നുകൊണ്ടേ അവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാനുള്ള ഒരു ബില്ല് ഒരു നിമിഷങ്ങൾക്കുള്ളിലാണ് പാസ്സാക്കിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെയും ബില്ലുകൾ ഇപ്പോൾ പരിഗണനയിലുണ്ട്. എനിക്കൊന്ന് വേറെ ഒരു ബില്ല് ഒരു ഒറ്റ ദിവസം കൊണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു മടിയില്ല. ഇത് ഇന്നിപ്പോൾ ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല താനും. ഇപ്പോൾ 2021 പിന്നെ ഈ കർഷക പ്രക്ഷോഭം വളരെ ശക്തമായിരുന്ന ഒരു സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അമിത്ഷായും പ്രധാനമന്ത്രിയും രണ്ടുപേരും പാർലമെൻറ്റിൽ വരില്ലായിരുന്നു. വലിയ ബഹളവും പ്രക്ഷോഭവും ആ സമയത്ത് നടന്നതാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ പെഗാസസ് വിഷയവും വലിയ ചർച്ചയായിരുന്ന സമയത്താണ്. അതിനൊക്കെ മറുപടി പറയണം. അപ്പോൾ ഈ മറുപടി പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊന്നും അങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി പൊതുവെ സ്വീകരിക്കുന്നത്. അത് BJPക്ക് മൊത്തത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയിൽ അവിടെ അവരങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ വാജ്പേയിയെ പോലെ ഒരാളിൽ നിന്നൊന്നും നമ്മളിങ്ങനെ ഒരു സമീപനം കണ്ടിട്ടില്ല. ഇല്ല എന്ന് തന്നെ പറയണം. കാരണം അതിനെയൊക്കെ മാനിക്കുന്ന ഒരു ചരിത്രമെങ്കിലും അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. വെച്ചാൽ മുൻകാല ചരിത്രത്തിൽ അത് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അമിത്ഷായെ പോലുള്ളൊരു ഒരു കക്ഷി, ഒരു നേതാവ് ഉയർന്നു വരികയും അദ്ദേഹത്തിൻ്റെ തന്നെ വളർച്ചയുടെ ചരിത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ തന്നെ വളർച്ചയുടെ ചരിത്രം പലരെയും ഇകഴ്ത്തി താഴ്ത്തിയും ഒരു തരത്തിലുള്ള മര്യാദകൾ കാണിക്കാതെയൊക്കെയുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മോദിക്കും ബാധകമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടുപേരും ആ നിലയ്ക്കാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മര്യാദ പാലിക്കുന്ന ഒരു സമീപനം ഇത്തരം വിഷയങ്ങൾ അവർ കാണിച്ചതായിട്ട് നമുക്ക് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമതായിട്ട് പാർലമെൻ്ററി ഡെമോക്രസിയിൽ പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് മീഡിയ അഭിമുഖീകരിക്കുക. ഈ രണ്ടു കൂട്ടരും എപ്പോഴെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാവുന്ന വിധം ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ലല്ലോ. ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തും അങ്ങനെ ഫുൾ ടൈം വന്നിരിക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മറുപടി പറഞ്ഞിരുന്ന ആളാണ്, സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ള ആളാണ്. പ്രധാനമന്ത്രി ഇന്നേ വരെ സഭയിൽ ഏതെങ്കിലും വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോൾ എന്തെങ്കിലും ഒരു ചർച്ചയുടെ ഭാഗമായി വന്ന് ഒരു പാർലമെൻ്ററി ഡിബേറ്റ് നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സന്ദർഭം വരുന്ന സമയത്ത് ഒരു പ്രസംഗം ഇങ്ങനെ നടത്തുക എന്നുള്ളതല്ലാതെ വിഷയങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സന്ദർഭം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഇല്ല. മോദി ഈ 12 വർഷത്തിനിടയിലും ഒരു ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല നേരിട്ട്. അപ്പോൾ അതായത് അതിന് ഞാൻ വിധേയപ്പെടില്ല, ഞാൻ അതിനെല്ലാം ഉപരിയാണ് എന്ന് സ്വയം കരുതുന്ന രണ്ടാളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഒരു ജനാധിപത്യം സ്വയം സൃഷ്ടിക്കുന്ന ഒരു സമ്മർദ്ദം കൊണ്ട് അവർ ഇത് ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇത് വന്നിരിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ കൂടി ഭാഗത്തു നിന്നാണ്. അത് അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന് ചെവി കൊടുക്കാതിരിക്കുക, തള്ളിക്കളയുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അതൊരു ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരു അവരുടെ പക്ഷത്തു നിന്ന് തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കാര്യമായി മാറിയേക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് അമിത്ഷാ വന്നേക്കാം. ഇത് ആകെ ഇത്തവണ വന്നതെന്ന് വെച്ചാൽ ഈ സമ്മേളനം തുടങ്ങുന്ന ദിവസം അന്നാണല്ലോ ഈ പിള്ളേരെ മുഴുവൻ വേട്ടയാടിയത്. അപ്പോൾ ആ ദിവസം സെഷൻ്റെ തുടക്കത്തിൽ വന്ന് വന്ദേമാതരം ചൊല്ലുന്ന സമയം മാത്രമേ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉണ്ടായിട്ടേ ഇല്ല. ഇത് ഫുൾ ടൈം ഒരു സെഷൻ മുഴുവനും ഒരു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ വരാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഇതാണ് ഉദ്ദേശമെങ്കിൽ ഇനി കഴിയുന്നത് വരെ അതാണ് പരിപാടിയെങ്കിൽ പിന്നെ അത് പുതിയൊരു ചരിത്രമാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഇതിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച്
പിന്നെ ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനനുസരിച്ചുള്ള റെസ്പോൺസസ് തീർച്ചയായിട്ടും വരുന്നുണ്ട് ജനങ്ങളിൽ നിന്ന്. അത് ഒരു ഘട്ടം വരെ മാത്രമേ അതൊക്കെ ഇങ്ങനെ സമ്മർദ്ദത്തിൽ ആക്കി വെക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ അത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അത് ജൻസി പ്രക്ഷോഭമായാലും അല്ലാതെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രതികരണങ്ങളിലൂടെ ആയാലും ഒക്കെ അത് ഉയർന്നു വരുമെന്ന് തന്നെയാണ് കാണുന്നത്.